അല്ല, ഞാനിതൊരു ഭീഷണിയോ അങ്ങനെയൊന്നും അല്ല. കാരണം നമുക്ക് അത്രമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രവീൺ ചെയ്തു വെച്ചേക്കുന്നത്. വീട്ടുകാർക്കേ വിഷമം തലവേദന ഉണ്ടാക്കുന്നത്, പക്ഷെ നമ്മുടെ നാട്ടുകാർക്കും കൂടെ ഇങ്ങനെ വിഷമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രവീൺ പ്രണവ് എന്ന ചാനലിലെ പ്രവീൺ എനിക്ക് ഇട്ട് തന്നത് എടുത്തിടാൻ വേണ്ടി ഞങ്ങൾ എടുത്തു വെച്ച തെളിവാണെന്ന്. ഇവരെന്തോരം ഫർണിച്ചേഴ്സ് വാങ്ങിച്ചു കൂട്ടിയെന്നറിയാമോ? അവർ ജനങ്ങളെയാണ് ബോധിപ്പിച്ചിരിക്കുന്നത്. ഒത്തിരി 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 മെമ്മറീസ് ഉള്ള ഒരു ചാനലായിരുന്നു എനിക്ക്. കൊച്ചു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആസ് എ മദർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയ്ക്ക് ആ അമ്മയൊക്കെ ആ മുറിയിൽ പോയിട്ട്, ആ പ്രവീണിൻ്റെ മുറിയിൽ പോയിട്ട് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ആ AC ഒക്കെ എടുത്തിരിക്കുന്ന സ്ഥലത്ത് ആ ഹോളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അങ്ങ് ചങ്ക് പറഞ്ഞു പോകുന്നു. ഇവരെന്തോരം ഫർണിച്ചേഴ്സ് വാങ്ങിച്ചു കൂട്ടിയെന്നറിയാമോ? അവിടെ ചെന്നിട്ട് പുതിയ വീട്ടിലെ എനിക്ക് തോന്നുന്നു അവരുടെ ഹോം ടൂറൊക്കെ ഞാൻ കാരണം കാണിക്കാൻ പറ്റാതിരിക്കുന്നു എന്നൊക്കെ എനിക്ക് സംശയം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനലങ്ങ് പോയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ അമ്മച്ചി ഒരിടത്ത് മിണ്ടാതിരുന്നോളൂല്ലോ എന്ന് വിചാരിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് തെറ്റി. എന്തായാലും എൻ്റെ ചാനൽ കൂട്ടിക്കുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ പ്രവീണിനെതിരെ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും, ഉറപ്പാണ്. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു വലിയ ആഗോള വിഷയം കൊണ്ടാണ്. പ്രവീൺ അല്ലെങ്കിൽ പ്രവീൺ കൊച്ചു, പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ഫാമിലി വ്ളോഗ് വഴി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ചാനലിൽ 4 മില്യൻ്റെ അടുത്ത വ്യൂസും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒരുപാട് വ്യൂസൊക്കെ ഉണ്ട്. ഇന്നലെ ഞാനിങ്ങനെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൃദുലേൻ്റെയും പ്രവീണിൻ്റെയും ഒരു വീഡിയോ യാദൃശ്ചികമായി കണ്ടു. അപ്പോൾ ഞാൻ അതിൽ കമൻറ്റ് ബോക്സ് വെറുതെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു കമൻറ്റ് കണ്ടു. ഫെയറി ഹോം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഇവർക്കെതിരായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ചേട്ടൻ അത് കണ്ടോ എന്നാണ് കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾ വായിച്ചോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫെയറി ഹോം അങ്ങനെ ഒരു ചാനലിൻ്റെ പേര് കേട്ടിട്ടില്ല, അവർക്ക് ഇവരുമായിട്ട് എന്താണ് വിഷയം. അപ്പോൾ എന്താ എനിക്കൊരു അതായി ഞാൻ അവരുടെ ചാനലിൽ കയറി വീഡിയോ കണ്ടു. വലിയ ചാനലൊന്നും നമ്മൾ പറയുന്നില്ല, വലുതായി വരുന്ന ഒരു ചാനൽ, ഒരു 6K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ. ചെറിയ ചെറിയ എന്താണ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അവരുടെ വീഡിയോക്ക് ഈ പ്രവീണിൻ്റെയും മൃദുലേൻ്റെയും ഒന്നും അത്ര വലിയ 1 മില്യൺ വ്യൂസ് ഒന്നും ഇല്ല, അതും 1000 വ്യൂസിൻ്റെ താഴെയൊക്കെ ഉള്ളൂ. എന്നാലും നല്ല രീതിക്ക് റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഈ ഫെയറി ഹോം പറയുന്ന യൂട്യൂബ് ചാനൽ. ഞാൻ അവരുടെ ആ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി ഈ പ്രവീണും മൃദുലയും കൂടെ അവരുടെ യൂട്യൂബ് ചാനലിന് ചെറിയൊരു പണി കൊടുത്തു. എന്താ പണി കൊടുത്തതെന്ന് വെച്ചാൽ, ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അവർ ഫാമിലിയിൽ നിന്ന് തല്ലി പിരിഞ്ഞ് മാറി താമസിച്ചു. ഫാമിലി ആകുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, നമുക്കറിയാം. എല്ലാ ഫാമിലിയിലും എത്ര ഹാപ്പിയായി കഴിയുന്ന ഒരു ഫാമിലി ആണെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളും പ്രശ്നങ്ങളും എന്തായാലും ഉണ്ടാവും. അത് ആ ഫാമിലീൻ്റെ ഒരു ഭാഗമാണ്, ഒരു കെട്ടുറപ്പിൻ്റെ ഭാഗമെന്ന് പറയും. കാരണം പ്രശ്നങ്ങളില്ലാത്ത വീട് ഉണ്ടാവില്ല, അതിനൊരു വീടെന്ന് പറയാൻ പറ്റും. എപ്പോഴും ചിരിയും കളി മാത്രമാവുന്ന സമയത്ത് അതൊരു വീടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിടത്തോളം മിക്ക ആൾക്കാരുടെ വീട്ടിൽ വന്നെങ്കിൽ ചേട്ടനനിയന്മാർ തമ്മിലോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ, അച്ഛനമ്മ മക്കൾ തമ്മിലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഒരു മാസത്തിൽ ഒരു വട്ടെങ്കിലും ഉണ്ടാവും. അത് അതിൻ്റെ ഒരു നിയമമാണ്. ആ വിഷയത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. എന്താണെങ്കിലും ഒരു നാണയത്തിന് 2 വശം എന്നുണ്ടാവുന്ന പോലെ പ്രവീണ് ഒരു വലിയ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കൊച്ചു അടിച്ചു, അച്ഛനടിച്ചു, മൃദുലേനെ എങ്ങനെ ചെയ്തു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചു പറഞ്ഞ് ഒരു സീനാക്കി. എന്നാൽ എന്തുകൊണ്ട് പ്രശ്നമുണ്ടായി, പ്രശ്നത്തിൻ്റെ തുടക്കം എന്താണ് എന്നുള്ള കാര്യം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇപ്പം 2 കൈ കൊട്ടാതെ എന്തായാലും ശബ്ദമുണ്ടാവില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രവീൺ യൂട്യൂബ് ഇപ്പം എല്ലാവരും പറയുന്നു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുണ്ടായ വഴക്ക് കൊണ്ടായിരിക്കാം എന്ന് പറയുന്നത്. എനിക്ക് അതറിയില്ല. കാരണം ഇപ്പം ആ ചാനൽ കൈകാര്യം ചെയ്യുന്നത് പ്രവീണാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 50% ചാൻസ് മറ്റുള്ളവർ പറയുന്നതിനായിരിക്കാം. അപ്പം ആ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഴക്കുണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ഫാമിലി ആകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. എന്ത് പ്രശ്നമാണെങ്കിലും വീട്ടിന് തന്നെ അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ നീരസം പിണക്കൊക്കെ ഉണ്ടാവും, മാറി താമസിക്കേണ്ടി വരും, ഓക്കെ അതൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്നേഹത്തോടെ ഇരുന്ന് സംസാരിച്ച് പറഞ്ഞ് തീർത്ത് പുറമെ അറിയാതെ അവരുടെ വീടിൻ്റെ അകത്ത് അത് ഡീൽ ചെയ്യാമായിരുന്നു. പക്ഷേ പ്രവീൺ അത് ചെയ്തില്ല. അത് ഇങ്ങനൊരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് കൊടുത്തു. പല ചാനൽസ് കാര്യങ്ങളൊക്കെ ഇത് ഡിസ്കസ് ചെയ്തു, റിയാക്ഷൻ വീഡിയോസ് വെച്ചു, ട്രോൾസ് ഇറക്കി, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റോസ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ നടന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഫെയറി ഹോമിലെ ചേച്ചി പ്രവീണിനും മൃദുലയ്ക്കുമെതിരെ അവരുടെ അഭിപ്രായം പറഞ്ഞ് ഒരു റിയാക്ഷൻ വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിലിട്ടു. ഇവർ അത് കണ്ടു, എന്നിട്ട് അവരുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കൊടുത്തു. ചാനൽ പോകുമെന്നായി യൂട്യൂബ് ഒരു 7 ദിവസം സമയം 10 ദിവസം സമയം അവർക്ക് കൊടുത്തു, അവരോട് കോപ്പിറൈറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട്. അവരത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് മൃദുലേൻ്റെയും പ്രവീണിൻ്റെയും ഭാഗത്തുനിന്ന് യാതൊരുവിധ റെസ്പോൺസും ഉണ്ടായിട്ടില്ല. അപ്പം അതിൽ വിഷമമായിട്ട് ഈ ചേച്ചി മറ്റൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നതാണ് ഇന്നലെ ഞാൻ കണ്ട വീഡിയോ.
അതിൽ ആ ചേച്ചി എന്താ പറയുന്നത് വെച്ചാൽ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, പ്രവീണിൻ്റെ അത്ര സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ വ്യൂ ഒന്നും ഇല്ലാത്തൊരു സാധാരണ ചാനലാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ അത് കൈവിട്ട് പോകാന്ന് പറയുന്ന സമയത്ത് വലിയ വിഷമമായിരിക്കും. അല്ല, ഞാൻ പ്രവീണിനോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മാത്രമല്ല, നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസും കാര്യങ്ങളും ട്രോൾസും റോസ്റ്റും റിയാക്ഷൻസും ചെയ്ത വേറെ പല ചാനലുകളും നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനൊന്നും കോപ്പിറൈറ്റ് കൊടുക്കുന്നില്ല. ഈ ചേച്ചി പറഞ്ഞ വീഡിയോയ്ക്ക് മാത്രമാണ് കോപ്പിറൈറ്റ് കൊടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഈ ചേച്ചീൻ്റെ റിയാക്ഷനാണ് നിങ്ങൾക്ക് കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. പിന്നെ ഈ കമൻറ്റിൽ ആൾക്കാർ ഈ ചേച്ചീൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് അയാൾക്കും ഉണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെന്ന് അവിടെ പോയി പറയും, അവരുടെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയും. അങ്ങനെയും ചെറിയ ക്ലാഷ് ഉണ്ടാവും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആ ഭാഗം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾക്ക് ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ, ഇന്നയാളുടെ ഫാനേ ആവാൻ പാടുള്ളൂ, ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടുള്ളൂ എന്നൊന്നും യൂട്യൂബിൻ്റെ പോളിസിയിലില്ല. അപ്പോൾ ഈ ചേച്ചീൻ്റെ ചാനൽ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ കൊണ്ട് ആ ചേച്ചി വന്നിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും വീടിൻ്റെ അകത്ത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി ആൾക്കാരുടെ കൊണ്ടുവന്നത് പ്രവീണിൻ്റെ ഭാഗത്ത് തെറ്റാണ്. ഇതിൽ ഈ ചേച്ചി പറയുന്നത് പോലെ 2024 അവർക്ക് ഒരുപാട് മെമ്മറീസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രണവ് കൊച്ചു ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് പ്രവീൺ തുടങ്ങിയ യൂട്യൂബ് ചാനലാണെങ്കിലും ഞാൻ പറയുന്നു, അതിൻ്റെ ആ ചാനലിൻ്റെ വമ്പൻ വിജയത്തിന് പിന്നിൽ പ്രവീൺ ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, യൂട്യൂബ് ചാനൽ ഒറ്റയ്ക്കാണ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 4 മില്യൺ സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ അതിൽ നിന്ന് വരുന്ന ഫണ്ടോ കാര്യങ്ങളോ ഒന്നും പ്രവീണിന് കിട്ടില്ല. ആ അമ്മേൻ്റെയും അച്ഛൻ്റെയും പ്രണവിൻ്റെയും ഈക്വൽ സപ്പോർട്ട് കൊണ്ടും എഫേർട്ട് കൊണ്ടും മാത്രമാണ് അത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ശരിയല്ലേ? അങ്ങനെയുള്ളൊരു ചാനൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് അവരുടെ വരുമാന മാർഗമായിരുന്നു. പ്രവീണിനോ ജോലി കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഇല്ല എന്ന് തന്നെയാണ് ആൾക്കാർ പറഞ്ഞു വരുന്നത്. കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ വണ്ടി വാങ്ങി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആ വീട്ടിലോട്ട് മേടിച്ചു. ആ വീടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർ ഉപയോഗിച്ചു. അങ്ങനെ ഒരു വരുമാനത്തിൽ അവർ ഇങ്ങനെ സപ്പോർട്ടായിട്ട് ഫാമിലി ഫുള്ള് ആ ഒരു വരുമാനത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞ ഒരു ചാനൽ മുഴുവൻ അവിടെ അതിൽ അവൻ കൊണ്ടുപോയതിൽ പ്രണവിൻ്റെയും അച്ഛൻ്റെയും അമ്മേൻ്റെയും അധ്വാനം, അതിന്ന് അവർക്ക് കൂടെ അവകാശപ്പെട്ട മുതലും കൂടെ അടിച്ചെടുത്തുകൊണ്ടാണ് ഈ പ്രവീണ് പോയിട്ടുള്ളത്. പോരാത്തതിന് വീടിന് മുറ്റത്തിറന്ന കാറും കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പ്രവീണിൻ്റെ ഒറ്റയ്ക്കുള്ള എഫേർട്ടാണെങ്കിൽ ഈ സാധനം ഒന്നും ഉണ്ടാവില്ല, ഞാൻ 100% പറയാം. കാരണം ഒറ്റയ്ക്ക് ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അത് ഒന്ന് ക്ലച്ച് പിടിച്ച് വരാൻ ടൈം എടുക്കും. നമുക്കൊരു ഫാമിലീൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരുപാട് കണ്ടൻസ് കിട്ടും, ചെയ്യാൻ വീഡിയോസും കൂടും, വീഡിയോസിൻ്റെ എണ്ണം കൂടും, ആൾക്കാരത് ഏറ്റെടുക്കും. ഒരു ഫാമിലീൻ്റെ സന്തോഷം കാര്യങ്ങളും കാണുന്ന സമയത്ത് മറ്റുള്ളവരത് കാണുന്ന പ്രേക്ഷകരത് ഏറ്റെടുക്കും. ഞാനിപ്പം പ്രണവ് കൊച്ചുവിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഞാൻ അവൻ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പം അടുത്താണ് അവരുടെ ആ ഒരു സന്തോഷം കാര്യങ്ങളും ആ ഫാമിലിക്ക് തിരിച്ച് കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നത്. ഇപ്പം അടുത്തൊരു പപ്പീനെ മേടിച്ചു. അമ്മയ്ക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരു പപ്പീനെ മേടിച്ചത് കണ്ടു. അതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ ഒരുപാട് പേര് കുത്തിപ്പറയുന്നത് പോലെയുള്ള കുറേ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. മനുഷ്യരെക്കാൾ നന്ദി ഉണ്ടാവും എന്നൊക്കെയാണ് ആ കമൻസിൻ്റെ സാരം. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഫാമിലിയാണ്, ബ്രദറാണ്, മറ്റേത് ബ്രദറാണ്, അച്ഛനാണ്, അമ്മയാണ്. എത്ര കാലം ഇങ്ങനെ ഒരു വൈരാഗ്യം കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റും? ഇതൊന്നും വൈരാഗ്യം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പം ഫാമിലി വഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ പ്രവീണിനോടുള്ള അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ അറ്റാച്ച്മെൻറ്റ് കണ്ടിട്ട് ഇവർക്ക് അവനോട് സ്നേഹമില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നാൾ കൊച്ചിൻ്റെ നൂലുകെട്ടിന് പോയി, ആശുപത്രിയിൽ പോയി, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടെ ഫാമിലിയിൽ നിന്ന് പ്രവീണിൻ്റെ അടുത്തേക്കും മൃദുലേൻ്റെ അടുത്തേക്കും ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസിൽ കണ്ടു. പക്ഷേ ഇപ്പോൾ വരെ പ്രവീണോ മൃദുലയോ പഴയ വീട്ടിലോട്ട്, അതായത് പ്രണവും അച്ഛനും അമ്മയുള്ള ആ വീട്ടിലോട്ട് സ്വന്തം മകനെയും കൊണ്ട് ഒരു വട്ടം പോലും ആ വീട്ടിലോട്ട് പോയി കണ്ടിട്ടില്ല. ഈ കൊച്ചിൻ്റെ ഒരു പ്രസൻസ് ആ വീട്ടിൽ കൊടുത്തിട്ടില്ല. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പ്രവീണിനെ ക്രിട്ടിസൈസ് ചെയ്യുള്ളൂ, എന്തൊക്കെ ആയിക്കോട്ടെ. ഇനിയിപ്പം മൃദുലയായിട്ടുള്ള എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസിൻ്റെ പേരിലാണ് പ്രവീൺ മാറി താമസിക്കുന്നതെങ്കിൽ നമുക്ക് പ്രവീണിനെ തെറ്റ് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ഇഷ്യൂ ഓപ്പണായിട്ട് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇത് വഴക്കുണ്ടായ സമയത്ത് ആണ് മൃദുലയ്ക്ക് അവരുടെ ഭാഗത്തുനിന്നൊരു മോശം അനുഭവം ഉണ്ടായതായിട്ട് മൃദുല കരഞ്ഞു പറയുന്നത്. ചവിട്ടീന്നോ തെറി പറഞ്ഞു എന്നൊക്കെ. ഒരാൾ ദേഷ്യം പിടിച്ച് വല്ലാത്ത പ്രഷറിൽ നിൽക്കുന്ന സമയത്ത്, ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് അവരെന്താ ആക്ട് ചെയ്യാന്ന് അവർക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ അത് ആ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കിയത്, അയ്യോ ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ കരുതുക. ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ അവരുടെ വീഡിയോസ് കാണിക്കാത്തതും ഇനിയിപ്പം ഫെയറി ഹോമിന് കോപ്പിറൈറ്റ് കൊടുത്ത പോലെ എനിക്ക് തന്നുവിടാന്നില്ലല്ലോ. കാരണം അവരെ
അവരുടെ എന്താണ് ആ ഒരു മുഖം സമൂഹത്തിലേക്ക് വ്യക്തമായിട്ട് എത്തിക്കുന്ന ചാനലാണ് കോപ്പിറൈറ്റ് കൊടുത്ത് റിമൂവ് ആക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ചാനൽ അവർക്ക് കൊടുക്കത്തില്ല, ഈ ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾ അവർക്ക് കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് പ്രണവ് പുതിയൊരു ചാനൽ തുടങ്ങിയത്. നേരത്തെ പ്രണവിന് വേണമെങ്കിൽ പുതിയൊരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ട് അതിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ നേരത്തെ അവൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇട്ട് നേരത്തെ ആക്കി വെക്കാമായിരുന്നു. പക്ഷേ അവർ ഡീപ്ലി ഈ ഒരു ചാനലിലും എന്നെ വിശ്വസിച്ചു. അതുകൊണ്ട് അവർ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും പ്രണവിന് ഇപ്പോഴത്തേക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. എന്തായാലും മൃദുലേൻ്റെ സപ്പോർട്ടിന് വേണ്ടി കെട്ടിക്കേറി വന്ന പെണ്ണിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി മാറി താമസിച്ച ഒരാളാണെങ്കിൽ അതിനെ ഞാൻ പ്രവീണിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇപ്പം നമുക്കറിയാം കയറി ചെല്ലുന്ന പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലെ മാനസിക പീഡനം, ശാരീരിക പീഡനം, അതുകൊണ്ട് ഇതുകൊണ്ട് ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന കഥകൾ കാര്യങ്ങളൊക്കെ ഈ ന്യൂസിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് മൃദുലായും കൊണ്ട് മാറി താമസിച്ചതെങ്കിൽ അത് ശരിയാണ്, അത് ശരിയായിട്ട് തന്നെ വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ഒരു നെഗറ്റീവ് തോന്നൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ സപ്പോർട്ടും പ്രയത്നവും എല്ലാം കൂടി ഉണ്ടായിട്ടുള്ളൊരു ചാനൽ പെട്ടെന്ന് നിങ്ങളുടേത് മാത്രമാക്കി എടുത്തിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഉള്ള അവരുടെ ആ ഒരു മാനസികാവസ്ഥ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കത് സംസാരിച്ച് തീർപ്പാക്കാൻ പറ്റുന്ന കാര്യമാണ്, സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാതെ. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ്.